ജീവൻ രേഖയിലേക്ക് സ്വാഗതം. കാഴ്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കേൾവിയും. കേൾവിക്കുറവ് ജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പം കേൾവിക്കുറവ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ, അതെങ്ങനെ പരിഹരിക്കാം എന്ന് നമുക്കിന്ന് ഡോക്ടർ ഹാരിഷിനോട് ചോദിക്കാം. ഡോക്ടർ ഹാരിഷ് ലക്ഷ്മി ഹോസ്പിറ്റലിലെ ചീഫ് ENT സർജനാണ്. ഡോക്ടർ, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. കേൾവിക്കുറവ് തീർച്ചയായിട്ടും പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സാധാരണയായിട്ട് ജന്മനാ ഉള്ള വൈകല്യങ്ങൾ കൊണ്ട് കേൾവിക്കുറവ് വരാം. അപ്പോൾ അങ്ങനെയുള്ളത് ഏതൊക്കെ തരത്തിലായിരിക്കും വരുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മള് കാഴ്ചയുടെ കുറവിന്റെ കാര്യം പറഞ്ഞല്ലോ. കാഴ്ചക്കുറവും കേൾവിക്കുറവും ഏത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഏത് പ്രശ്നങ്ങളാണെങ്കിലും വളരെ മുഖ്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയെങ്കിലും ഈ കാഴ്ചയുടെ പ്രശ്നവും കേൾവിയുടെ പ്രശ്നവും കൂടെ എടുക്കുമ്പോൾ പണ്ട് ഹെലൻ കെല്ലർ മുതൽ ഇങ്ങോട്ട് ആളുകൾ പറഞ്ഞിട്ടുള്ളത് പോലെയും ഇപ്പൊ നമുക്കറിയാവുന്നത് പോലെയും കാഴ്ചയുടെ തകരാറ് മാത്രം, അതും വളരെ സങ്കടമുള്ളൊരു സംഗതി തന്നെയാണ്. കാണാതെ ഇരിക്കുക, നമ്മള് സൗന്ദര്യമുള്ളതും അല്ലാത്തതും എല്ലാം കാണാതിരിക്കുന്നതും പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്നാലും ഈ കേൾവി കുറവ് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേൾക്കുന്നില്ലെങ്കിൽ, പുറത്തുള്ള ശബ്ദം അകത്തേക്കില്ലെങ്കിൽ തലച്ചോറിന്റെ വളർച്ചയെ പൂർണ്ണമായിട്ടും ബാധിക്കും. അതെ, സംസാരവും ഇല്ല. അങ്ങനെ ബധിരനാണെങ്കിലും ഊമയുമായി പോകുമെന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കപ്പാസിറ്റീസ് ആണ് നഷ്ടപ്പെടുന്നത് അതിൽ കൂടെ. പിന്നെ പഠിക്കാനുള്ള പ്രശ്നങ്ങളും സമൂഹവുമായിട്ട് ഇടപഴകാനുള്ള ആ വളരെ നമുക്ക് ഭാഗ്യം കൊടുത്തവരാണ് നമ്മൾ സമൂഹമായിട്ട് ഇടപഴകുക എന്നുള്ളത്. ആ ഒരു കപ്പാസിറ്റി തന്നെ ഇല്ലാണ്ടായി പോകും. എന്തായാലും ഇത് കേൾവി കുറവെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഏത് ഇന്ദ്രിയത്തിന്റെയും ഏത് അംഗത്തിന്റെയും ഭംഗം അതിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നതാണെങ്കിലും ഇതിനെ പ്രിവെന്റ് ചെയ്യാനും പല വഴികളുണ്ട്. അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ചെറുപ്പം മുതൽ, ജനിക്കുന്നത് മുതൽ അല്ലെങ്കിൽ അതിനു മുൻപ് മുതൽ തന്നെ ഇങ്ങോട്ട് വിശകലനം ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഉദാഹരണത്തിന് ഇപ്പൊ കേൾവിക്കുറവ് വരാനുള്ള കാരണങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിൽ നോക്കുമ്പോൾ എന്തൊക്കെയായിരിക്കാം? അതായത് തന്നെ ഇപ്പൊ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ മുതൽ, ഭ്രൂണം മുതലുള്ള പ്രോസസ്സ് നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ അമ്മയെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കുഞ്ഞിനെയും ബാധിക്കാം. അതും ഇതിൽ നമ്മൾ മുഖ്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇന്ദ്രിയമാണ് ചെവി. ജനിക്കുമ്പോൾ പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവും ചെവി. ആന്തരിക കർണത്തിന്റെ പൂർണ്ണ വളർച്ച ആദ്യത്തെ ആഴ്ചയിൽ, രണ്ടാഴ്ച മൂന്നാഴ്ചയിൽ തന്നെ കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന പല അസുഖങ്ങളും, ഉദാഹരണത്തിന് സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, പിന്നെ റുബെല്ല മാതിരിയുള്ള ചില അസുഖങ്ങൾ, അതിപ്പോ നമുക്ക് ഏകദേശം പനി അതുമാതിരി സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. അത് പിന്നെ അമ്മ കഴിക്കുന്ന പല തരം മരുന്നുകൾ, ചിലത് ഭ്രൂണത്തിന്റെ ആന്തരിക കർണത്തിന്റെ വളർച്ചയെ ബാധിക്കാവുന്ന മരുന്നുകളുണ്ട്. അതും നമ്മൾ തീർത്തും ഒഴിവാക്കിക്കൊണ്ട് പറയാൻ പറ്റില്ല അത് ഉപയോഗിക്കരുത് എന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞിനെയും നോക്കുമ്പോൾ അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് കിടക്കുമ്പോൾ ആരാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നുള്ളത് നോക്കുമ്പോൾ അമ്മ തന്നെയാണ് എപ്പോഴും ആദ്യം മുഖ്യമായിട്ടും പറയേണ്ടത്. കുഞ്ഞു വയറ്റിലുള്ളതുകൊണ്ട് അമ്മയെ ചികിത്സിക്കാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല. അപ്പൊ അമ്മയ്ക്ക് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ശരി, നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ ഡിസ്കസ് ചെയ്ത് കൊടുക്കാമോ കൊടുക്കാൻ പാടില്ലയോ എന്ന അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്താൽ മതി. മരുന്നുകൾ കാരണവും കേൾവിക്കുറവ് വരാം. ഇൻഫെക്ഷൻസ് കാരണം, പലതരം ഇൻഫെക്ഷൻസ് കാരണവും അത് ഡോക്ടർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും പേഷ്യൻസിന്. അതൊന്ന്. പിന്നെ ഉള്ളത് ഇതുമാതിരി അമ്മയ്ക്ക് ജോണ്ടിസ് വരിക, അതുമാതിരി പലതരം ഈ മഞ്ഞപ്പിത്തം മാതിരി വൈറൽ ഇൻഫെക്ഷൻസ്, ഇതിലൊക്കെ കുഞ്ഞിനും കേൾവിക്കുറവ് വരാം. ഇനി ജനന സമയത്തുള്ള പ്രശ്നങ്ങൾ, ജനിക്കുമ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ പ്രിമച്യൂരിറ്റി എന്ന് വെച്ചാൽ നേരത്തെ ജനിക്കുക, സമയത്തിന് മുന്നേ ജനിക്കുക, ജനിക്കുന്ന സമയത്തെ സമയം കൂടുതൽ എന്ന് വെച്ചാൽ അകത്തുനിന്ന് പുറത്തു വരാനുള്ള സമയം കൂടുതലും, അപ്പൊ ഓക്സിജന്റെ അളവ് കുറയും. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളിലും കേൾവിക്കുറവ് വരാം. ജനിച്ചു കഴിഞ്ഞിനി കുട്ടിക്ക് വരുന്ന പലതരം ഇൻഫെക്ഷൻസ്, ഇതുമാതിരി ജോണ്ടിസ് മാതിരിയുള്ള മഞ്ഞപ്പിത്തം മാതിരിയുള്ള പ്രശ്നങ്ങൾ, ഇതിലും കേൾവിക്കുറവ് പിന്നീട് വരാറുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ കേസിലും മഞ്ഞപ്പിത്തം ഉണ്ടാകുന്ന എല്ലാ കേസിലും കേൾവിക്കുറവ് വരണമെന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ ഉള്ള കാരണങ്ങൾ ചെറുപ്പകാലത്ത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് ഓടിക്കളിക്കാനുള്ള പ്രായമൊക്കെ ആകുമ്പോൾ, സ്കൂളിൽ പോകുന്ന പ്രായമൊക്കെ ആകുമ്പോൾ, പ്ലേ സ്കൂളിൽ വിടുമ്പോൾ പ്രത്യേകിച്ചും കുട്ടിക്ക് ജലദോഷങ്ങൾ ഒരുപാട് വരുന്ന സമയമാണ് പ്ലേ സ്കൂളിൽ പോകുന്ന സമയം. ആദ്യമായിട്ട് ബാക്കിയുള്ള കുട്ടികളുമായിട്ടും ബാക്കിയുള്ള ഈ പുതിയ തരം ഇൻഫെക്ഷൻസുമായിട്ടും ഇടപഴകുകയും അത്തരം ഇൻഫെക്ഷൻസ് മീറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഒരുപാട് പുതിയ ഇൻഫെക്ഷൻസ് ദേഹത്തിൽ കിട്ടും. എന്നിട്ട് അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിട്ട്, എന്ന് വെച്ചാൽ ശ്വാസകോശ സംബന്ധമായിട്ടും മൂക്കും സൈനസും സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ട് വരുമ്പോൾ അവിടെ നിന്ന് പകരുന്ന അണുബാധ ചെവിയെ ബാധിച്ച് മധ്യകർണത്തെ ബാധിച്ച് മധ്യകർണത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കി
ഇയർ ഡ്രമ്മിന് ദ്വാരം ഉണ്ടായി പഴുപ്പ് പുറത്തേക്ക് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമയാസമയത്ത് ചികിത്സിച്ചാൽ കുഴപ്പമില്ല. അല്ലാതെ വരുന്ന എത്രയോ കുട്ടികളുണ്ട് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഇയർ ഡ്രമ്മിൽ വലിയ ദ്വാരം വീണ് കേൾവി കുറയാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതിൽ തന്നെ വേറൊന്ന്, ഓടിക്കളിക്കുന്ന കുട്ടിക്ക് വീഴ്ചകൾ സാധാരണമാണ്. ചെവിയിൽ അറിയാതെ വീഴ്ച വന്നിട്ട് ഫ്രാക്ചേഴ്സ് ചെറിയ കുട്ടികൾക്ക് സാധാരണ സംഭവിക്കാറില്ലെങ്കിലും എങ്ങനെയോ മുതിർന്നവരെക്കാളും വളരെ കുറവാണ് കുട്ടികളുടെ ഇൻഫെക്ഷൻ. വീഴ്ചയൊക്കെ സാധാരണ കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പോലും അവർക്ക് അത്രയൊരു സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി വരാറില്ലെങ്കിലും അപൂർവം കേസിൽ നമ്മുടെ ചെവിക്ക് ചുറ്റിനുമുള്ള എല്ലിൽ വിള്ളലുകൾ ഉണ്ടാകുകയും അത് ചെവിയുടെ ആന്തരീകരണത്തിന്റെ ബാധിക്കുകയും ഞരമ്പിന് വീക്ക്നെസ് വരികയും ചെയ്യാം അപൂർവമായിട്ട്. പിന്നെ ഉള്ളത് കുട്ടികൾ ഈ എന്തെങ്കിലുമൊക്കെ ഇടുക, ബഡ്സ് മാതിരിയുള്ള സാധനങ്ങൾ ഇടുകയും മറ്റും ചെയ്യുമ്പോൾ ഇയർ ഡ്രമ്മിനുണ്ടാകുന്ന ക്ഷതം, ഇത് മുതിർന്നവരിലും ഇത് കാണാറുണ്ട്. പിന്നെയുള്ളത് ശ്രദ്ധിക്കാതെ പോകുന്ന ഇൻഫെക്ഷൻസ്, അത് മുതിർന്നവരിലും കുട്ടികളിലും ഒരുപോലെ. പിന്നെ മുതിർന്നവരിൽ കാണുന്ന ഈ റോഡ് ട്രാഫിക് ആക്സിഡന്റ്, അസോൾട്ട് കേസ്, അസോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കൊണ്ട് അടി കൊണ്ടിട്ടോ വഴക്കിൽപ്പെട്ടിട്ടോ അങ്ങനെ വരുന്ന ഇതിൽ വരുന്ന സിവിയർ ആയിട്ട് ഉള്ള ഇഞ്ചറി. സിവിയർ ഇഞ്ചറി എന്ന് പറഞ്ഞാൽ വല്ലാതെ കൂടുതലായിട്ട് പരിക്കേറ്റിട്ട് എല്ലിന് പൊട്ടൽ വീഴുക, പാടയ്ക്ക് പ്രശ്നം വരിക, അതുപോലെ ഫ്രാക്ചർ ആകുക, ഇതുമാതിരിയുള്ള പ്രശ്നങ്ങളിലും വരാം. പല രീതിയിൽ കേൾവിക്കുറവ് വരുന്ന കാര്യം പറഞ്ഞു, അതായത് ജന്മന ഉണ്ടാവുന്നത്, അതല്ലാതെ പിന്നെ ഇൻഫെക്ഷൻസും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ ഏതൊക്കെയാണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇപ്പം ആക്സിഡൻസ് ഒക്കെ നമുക്ക് ഓക്കെ ഒരു പരിധി വരെ, പക്ഷേ ദൈവനിശ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട്, അതായത് നമ്മൾ അത്രയും ശ്രദ്ധിക്കാതെ പല രോഗങ്ങളും, അതായത് ഇപ്പൊ ജലദോഷം അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കാതെ വിട്ടുകൊണ്ട് വരാവുന്ന ഹിയറിംഗ് ലോസ് ഉണ്ട്. അപ്പൊ അതിലെന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിൽ തന്നെ ഇപ്പൊ ആദ്യം പറഞ്ഞത് മുതൽ നമ്മൾ പ്രിവെൻഷൻ എടുക്കുകയാണെങ്കിൽ അമ്മയ്ക്കുള്ള ചികിത്സയാണ് ആദ്യം ഇതിൽ വരിക. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന കെയർ, അതിൽ വരുന്ന ഇപ്പൊ നമ്മൾ ജോണ്ടിസ് ആയാൽ അത്, വേറെ മരുന്നുകളായാൽ അത്, എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ അത് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പൊ അത് കറക്റ്റായിട്ട് ചെയ്താൽ ഒരു പരിധിവരെ ആ തരത്തിലുള്ള ഹിയറിംഗ് ലോസ് ഒഴിവാക്കാം. ജനന സമയത്ത് പ്രശ്നങ്ങൾ മുൻകൂട്ടി നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് സാധാരണ അത് എല്ലാം പ്ലാൻ ചെയ്ത് അവരുടെ രീതിക്ക് അവർ നോർമൽ ഡെലിവറി അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലായാലും കുട്ടിയെ പ്രസവ സമയത്ത് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അവർ തന്നെ അറിഞ്ഞ് പ്രിവെന്റ് ചെയ്യും. അത് ആ പ്രിവെൻഷനിൽ പെടും. പിന്നീട് വരുന്ന ഇൻഫെക്ഷൻ അപ്പപ്പോൾ അതാത് ഡോക്ടറിനെ കണ്ട് ചികിത്സിപ്പിക്കുന്നത് മൂലം അങ്ങനെ വരാനുള്ള കേൾവിക്കുറവിന്റെ സാധ്യതയും കുറയാം. പിന്നീട് വരുന്നതിൽ ഇഞ്ചുറിയുടെ കാര്യത്തിൽ നമുക്ക് കഴിയുന്നതും അഡ്വൈസ് ചെയ്യാം. ഒന്നും ഇടരുത്, ചെവിയുടെ അകത്തൊന്നും ഉപയോഗിക്കരുത്. എന്തെങ്കിലും ചെവി വേദനയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറിനെ കണ്ട് ചികിത്സ അതേപടി നിശ്ചയിച്ച് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഉള്ളത് ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്നതാണ് വേറൊരു കാര്യം. ചെവിയിലെ കേൾവിയുടെ പ്രോബ്ലങ്ങൾക്ക് എന്ന് വെച്ചാൽ തകരാറുകൾക്ക്, കേൾവി തകരാറുകൾക്ക് ഒരു ശതമാനം വരെ, ഒരു 10-20 അല്ലെങ്കിൽ 30% വരെ കാരണമാണ് ചെവിയിൽ നിന്ന് വരുന്ന പഴുപ്പ്. പഴുപ്പ് വരുന്നത് താൽക്കാലികമായിട്ടുള്ള പഴുപ്പ് ആകാം, വളരെ കാലം നീണ്ടു നിൽക്കുന്ന പഴുപ്പ് ആകാം. താൽക്കാലികമായിട്ടുള്ള പഴുപ്പിനെ ചികിത്സിച്ച് മാറ്റാൻ എളുപ്പമുണ്ട്. പക്ഷേ തുടർച്ചയായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന മാറാത്ത തരം പഴുപ്പ് ചികിത്സിച്ച് മാറ്റിയാലും പിന്നീട് തിരിച്ചു വരാം. പല കാരണങ്ങളുണ്ട്. ഒന്നിൽ വെള്ളം അകത്ത് കടന്ന് ചെവിയിലെ ദ്വാരത്തിനകത്തുകൂടെ അകത്തേക്ക് കടന്ന് പഴുത്ത് പിന്നെയും വരാവുന്ന പഴുപ്പുകൾ. അത് പിന്നെയും വന്ന് ഇവർ തുടച്ചുകൊണ്ടേയിരിക്കും. അതൊരു ശീലമായിട്ട്, ഇല്ലെങ്കിൽ പഞ്ഞി വെച്ച് നടക്കും, ഇല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന. ചില കുട്ടികൾ ശ്രദ്ധിക്കാറേ ഇല്ല. സ്കൂളിൽ കുട്ടികൾ കളിയാക്കുന്നു എന്ന് അമ്മയുടെ അടുത്ത് വന്ന് പറയും. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അമ്മമാർ സാധാരണ ചില ഡോക്ടർമാരെ കൊണ്ട് കാണിക്കും. ഓപ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് പിന്നെ ആ ഡോക്ടറിന്റെ അടുത്ത് പിന്നെ പോവില്ല, പിന്നെ വേറൊരു ഡോക്ടറിനെ കാണും. അത്യാവശ്യമുള്ള സമയത്ത് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അതിന്റെ കാരണത്തെക്കുറിച്ച് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയനോ ഒരു തേർഡ് ഒപ്പീനിയനോ മൂന്നാമതൊരു അഭിപ്രായമോ ചോദിച്ച് എന്തായാലും ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ പാടയുള്ളൊരു ദ്വാരം തീർച്ചയായിട്ടും കുറച്ച് ദിവസം, മേ ബി ഒരു കുട്ടി ഒരു 11 വയസ്സ് 12 വയസ്സാകുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യാം സേഫായിട്ട്. പക്ഷെ അത് കഴിഞ്ഞും ഇയർ ഡ്രം തനിയെ അടയാൻ ലക്ഷണമില്ലെങ്കിൽ എന്തായാലും ഇയർ ഡ്രം വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇത് വേറെ കോംപ്ലിക്കേഷൻസിലേക്ക് കടക്കാം. ഇതിൽ തന്നെ ഈ കാതിൽ നിന്നും വരുന്ന പഴുപ്പിന് തന്നെ 2 വിധത്തിൽ വരാം. ഒന്ന്, എല്ലിനെ ബാധിക്കുന്ന തരം അസുഖവും വരാം. ഇനി എല്ലിനെ ബാധിക്കാതെ പാടയെ മാത്രം ബാധിച്ച് കണ്ടിന്യൂ ചെയ്യുന്ന, എന്ന് വെച്ചാൽ തുടരുന്ന അസുഖങ്ങളും വരാം. ഇതിൽ ഈ പാടയെ മാത്രം ബാധിക്കുന്ന അസുഖം ചുമ്മാ കേൾവി കുറവ് മാത്രം ഉണ്ടാക്കുമെന്നല്ലാതെ വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. എന്നാൽ എല്ലിനെ ബാധിക്കുന്ന അസുഖം, പഴുപ്പ് എല്ലിലേക്ക് പടർന്ന്
അതിന് പിന്നിലുള്ള എല്ലിനകത്ത് മുഴുവൻ പഴുപ്പ് ബാധിച്ച് ഒന്നുകിൽ മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റൂമിന്റെ ഉത്തരം മാതിരിയാണ്, അതിന്റെ മുകളിൽ ബ്രെയിനാണുള്ളത്, തലച്ചോറ്, അങ്ങോട്ട് കിടക്കുകയോ ഇല്ലെങ്കിൽ മുൻപോട്ടെന്ന് പറയുമ്പോൾ മുഖത്തേക്കുള്ള ഒരു ഞരമ്പ് അതിലേ വരുന്നുണ്ട്, അതിനെ ബാധിക്കും. അത് ബാധിച്ചാൽ ഒരു സൈഡ് കൂടിപ്പോവും, ചിരിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് പോവും, കണ്ണടയ്ക്കുമ്പോൾ ഒരു സൈഡേ അടയുള്ളൂ. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ബാധിക്കാം. ഇല്ലെങ്കിൽ അകത്തോട്ട് ഞരമ്പുകളെ, തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പുകളുണ്ട്, തലച്ചോറിന്റെ സൈഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ഞരമ്പുകളുണ്ട്, അതിന്റെ അകത്ത് സ്പ്രെഡ് ചെയ്യാം. ഇങ്ങനെ പലതരം കോംപ്ലിക്കേഷനിലേക്ക് കടക്കും. പക്ഷെ അത് എങ്ങനെ, ഇത് എല്ലിനെ ബാധിക്കുന്ന അസുഖമാണ്. രണ്ടിലും പഴുപ്പ് മാത്രമേ വരുള്ളൂ ചെവിയിൽ നിന്ന്. ഇത് ഏതുതരം അസുഖമാണെന്ന് അറിയണമെങ്കിൽ ചെവിക്കല്ല് കണ്ടേ പറ്റൂ. ചെവിക്കല്ലെന്ന് പറഞ്ഞാൽ ഇയർ ഡ്രം, പാട കണ്ടേ പറ്റൂ. പാട കണ്ടാലേ പറയാൻ പറ്റുള്ളൂ ഇത് ഏത് തരം അസുഖമാണെന്ന്. അതനുസരിച്ച് ചികിത്സിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കേൾവിക്കുറവ് നിശ്ചയമാണ്, നിശ്ചയവും കോംപ്ലിക്കേഷൻ. ഇയർ ഡ്രം പൊട്ടി അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു പഴുപ്പ് വരുന്നു, എന്തുകൊണ്ടാണ് അതിൽ കേൾവിക്കുറവ് വരാനുള്ള ഒരു കാരണം? ഒന്നാമത് ഇയർ ഡ്രം എന്ന് പറയുമ്പോൾ ഒരു കർട്ടൻ മാതിരിയാണ്, വൈബ്രേറ്റ് ചെയ്യും. നമ്മള് ഒരു ചെറിയൊരു പിന്ന് മൂലക്ക് ഇട്ടാൽ മതി, ഒരു ചെറിയൊരു മൊട്ടസൂചി താഴെ ഇട്ടാൽ മതി, അതിന്റെ ശബ്ദം ഉടനെ വൈബ്രേഷനായിട്ട് തരംഗങ്ങളായിട്ട് വന്ന് പാടയിൽ അടിക്കുമ്പോൾ പാട അനങ്ങും. പാട അനങ്ങിയിട്ട് ഈ മെക്കാനിക്കൽ എനർജിയെ, ഈ ഊർജത്തെ, ഈ അനക്കത്തിന്റെ ഊർജത്തെ കറണ്ടായിട്ട് മാറ്റുന്നത് പാടയിൽ നിന്നാണ്. പാടയുടെ അനക്കമാണ് ആന്തരിക കർണത്തിൽ എത്തുമ്പോൾ കറണ്ടായിട്ട് മാറിയിട്ട് ബ്രെയിൻ അതിനെ സെൻസ് ചെയ്ത് ഉടനെ കമ്പ്യൂട്ട് ചെയ്ത് അവിടെ ഒരു സൂചി വീണിട്ടുണ്ട്, അതിന്റെ ശബ്ദമാണ് കേട്ടെ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ അനക്കത്തിനൊരു ഏരിയ ഉണ്ടല്ലോ, ഒരു വിസ്തൃതി ഉണ്ട് ഇതിന്. ആ വിസ്തീർണത്തിൽ ഒരു ചെറിയ ഓട്ട വീണ വിസ്തീർണം കുറഞ്ഞു. അപ്പൊ എന്തായാലും കേൾവിക്കുറവ് നിശ്ചയമാണ്. അപ്പൊ അത് കാരണം വരും. പിന്നെ എന്തുകൊണ്ട് ഈ രണ്ട് ചെവിയും വേണം? ഒരു ചെവിയിൽ ഓട്ടയുണ്ട്, കുഴപ്പമില്ല, വിട്ടുകളയാം, മറ്റേ ചെവി ഉണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ട് രണ്ട് ചെവി ഈശ്വരൻ തന്നു? എന്തുകൊണ്ട് രണ്ട് കണ്ണ് ഈശ്വരൻ തന്നു? ഒരു കണ്ണ് പോരായിരുന്നു? ഇതൊക്കെ 3D ലോക്കലൈസേഷന് വേണ്ടിയാണ്. എന്നുവെച്ചാൽ ത്രിമാനമായ ഒരു സ്പേസിൽ നമുക്ക് എവിടെ നിന്ന് നിശ്ചയിക്കാൻ. ഉദാഹരണത്തിന് ഞാനിപ്പോ കണ്ണടച്ചിരുന്നാൽ പോലും ഒരു മൊട്ടസൂചി വലതുവശത്ത് താഴെ വീണാൽ ഞാൻ വലതുവശത്തേക്ക് തിരിഞ്ഞു നോക്കൂ. അതിന് ഇന്ന സമയം വേണമെന്നില്ല, ഇങ്ങനെ ചുറ്റി തിരിഞ്ഞു നോക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ശബ്ദം ഒരെണ്ണത്തിൽ ഇവിടെ ഒരു ശബ്ദം കേട്ടാൽ അത് ആദ്യം ഈ ചെവിയിലെത്തും, പിന്നെ തല ചുറ്റിയേ മറ്റേ ചെവിയിലെത്തും. അപ്പൊ ആ ഒരു ചെറിയ ഡിഫറൻസ് ഇൻ ഇന്റൻസിറ്റി ആണ് നമ്മൾ ബ്രെയിൻ അപ്പൊ തന്നെ കമ്പ്യൂട്ട് ചെയ്ത് സ്ഥലം നിശ്ചയിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും രണ്ട് ചെവിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കഴിയുന്ന ഒരു ചെവിക്ക് മാത്രം ഓട്ട വീണാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതും കൊണ്ട് നടക്കാന്ന് പറഞ്ഞ് നടക്കല്. ഇത് യൂഷ്വലി ഞാൻ കാണുന്ന പേഷ്യൻസിൽ ഒരു 50-60% ആളുകളും ദ്വാരങ്ങൾ കണ്ടുപിടിച്ച ശേഷവും ഒന്നും ചെയ്യാതിരിക്കുന്നവരാണ്. കഴിയുന്നതും അത് നേരത്തെ ശരിയാക്കുക. ഇപ്പം ഈ ദ്വാരം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള കേൾവിക്കുറവ്, അതല്ലാതെ തന്നെ പ്രായം കൊണ്ട് വരുന്ന കേൾവിക്കുറവുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? പ്രായത്തിൽ സാധാരണ നമ്മള് ഒരു 18-19 വയസ്സ് വരെ ഗ്രോത്ത് ഉള്ളൂ എന്ന് നമ്മൾ പറയും. സാധാരണ എല്ലാവരും അങ്ങനെയാണല്ലോ പറയാറ്. 18-20 വയസ്സ് കഴിഞ്ഞാൽ ഡീഗ്രോത്ത് എന്നാണ് പറയാ. എന്നുവെച്ചാൽ നമ്മള് ഒരുവിധം വളർന്നു വന്ന ശരീരം പതുക്കെ ഓരോ കോശങ്ങൾ പിന്നെ നശിക്കാൻ തുടങ്ങുന്ന സമയമാണ് ആ സമയം. അത് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുതൽ ഒന്ന് മാറി, ഒരു കോശം മാറി വേറൊന്ന് വരുമെന്നല്ലാതെ പുതിയ കോശങ്ങൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോ ഇതേ സ്ഥിതി കുറച്ച് കഴിയുമ്പോൾ ഒരു 40-50 വയസ്സ് കഴിയുമ്പോഴേക്കും ഇത് കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യും. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ ഒന്നൊന്നായിട്ട് നശിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ ഞരമ്പിന്റെ കോശങ്ങളും ഇതേപോലെ നശിച്ചു വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു 10-60-70 വയസ്സൊക്കെ കഴിയുമ്പോൾ കേൾവിയുടെ കപ്പാസിറ്റി എന്തായാലും കുറയും. അത് പിന്നെ പേഷ്യൻസ് പറയാറുണ്ട്, ഇത് മരുന്ന് കൊണ്ട് ശരിയാവുമോ? സാധാരണ മരുന്ന് കൊണ്ട് നഷ്ടപ്പെട്ട ഞരമ്പുകളെ പുനർജനിപ്പിക്കാനോ പുതിയ ഞരമ്പുകൾ ആഡ് ചെയ്യിക്കാനോ പറ്റില്ല. വേറൊരു കാരണം ഇപ്പം പലപ്പോഴും പറയാറുണ്ട്, ഈ ഒരുപാട് സൗണ്ട് ഉള്ള സ്ഥലത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് കേൾവിക്കുറവ് വരാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രോണിക് എക്സ്പോഷർ സൗണ്ടിനോടുള്ളവർക്ക് ഇങ്ങനെ വരുന്നത്? തീർച്ചയായിട്ടും അത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ സാധാരണ ഡെസിബൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത്ര ഡെസിബലിന് മോളില് കൊള്ളില്ല. ഉദാഹരണത്തിന് ഇപ്പൊ 90 ഡെസിബൽ 110 ഡെസിബൽ ഒക്കെ ഡിസ്ട്രക്റ്റീവ് ആണ്. എന്നുവെച്ചാൽ അത്രയും വലിയ സൗണ്ട് നമ്മൾ ഒരു ദിവസവും 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വെച്ച് പതിവായിട്ട് ഒരു 2 മാസമൊക്കെ കേൾക്കുകയാണെങ്കിൽ കുറെ ഞരമ്പുകൾ ക്ഷയിച്ചു പോകും. അതിൽ പല ചേഞ്ചസും, കെമിക്കലായിട്ടുള്ള ചേഞ്ചസും, ആന്റി ഓക്സിഡന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. ഓക്സിഡേഷൻ ഇതൊക്കെ വരുന്ന ടോക്സിഫിക്കേഷൻ ഒക്കെ വരുന്നത്, ടോക്സിക് മാറ്റർ ആഡ് ചെയ്തിട്ട് പതുക്കെ ഈ ഞരമ്പുകൾ ക്ഷയിച്ച് പതുക്കെ ഇല്ലാണ്ടാകുന്നതുകൊണ്ടാണ് ലോങ് ടൈമിൽ നോയ്സ് എക്സ്പോഷറിൽ പ്രോബ്ലം വരിക. നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്നാണ് ഇത് മെഡിക്കൽ ഇതിൽ പറയുന്നത്. അപ്പൊ ഇത് ഉദാഹരണത്തിന് ഇത് കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കൂടുതൽ ഈ
ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്നവര് സ്ഥിരം അത് ഹൈ ഡെസിബൽ ലെവൽസിൽ. പിന്നെ ഈ കാറ് ചില ആളുകൾ ഇങ്ങനെ ഓടിച്ചോണ്ട് പോകുന്ന കാണാം, പുറത്ത് നിൽക്കുമ്പോ ഈ ചെത്തെന്നൊക്കെ പറയുമല്ലോ നമ്മൾ. പിന്നെ എന്താ പറയുക, കൂടുതൽ വല്ലാതെ ഡെസിബൽ പുറത്ത് 2 കാറിന് അപ്പുറത്തുള്ളവർക്ക് പോലും ആ ശബ്ദം കേൾക്കാം. ഈ റാപ്പ് മ്യൂസിക് മാതിരിയുള്ള സാധനങ്ങൾ മറ്റോ കേട്ടോണ്ട് സ്ഥിരം. ഇത് കാറെന്നൊക്കെ പറയുമ്പോൾ ഒരു ക്ലോസ്ഡ് സ്പേസ് ആണ്. ഓപ്പൺ സ്പേസ് ആണെങ്കിൽ കുഴപ്പമില്ല, വലിയൊരു ഹാളിൽ വലുതായിട്ട് വെച്ചോളൂ കുഴപ്പമില്ല, എത്ര പ്രോബ്ലം വരില്ല. ചെറിയ സ്ഥലങ്ങളിൽ വെക്കരുത് കഴിയുന്നത്. പിന്നെ ഹെഡ് സെറ്റ് ഇട്ട് പാട്ട് കേൾക്കുന്നത് സ്ഥിരം കേൾക്കുന്നത് നല്ലതല്ല. വൺസ് ഇൻ എ വൈൽ ഒരിക്കലൊക്കെ ആകാം, കുഴപ്പമില്ല. അതുപോലെ ചെറിയ ഈ ഇയർഫോൺസ് വെച്ചിട്ട് പാട്ട് കേൾക്കുന്നത് നല്ലതല്ല. കൂടുതലും 2 വിധത്തിലാണ് ഈ ശബ്ദം നമ്മുടെ ചെവിയെ ബാധിക്കുക. ഒന്ന് വായുവിലുള്ള തരംഗങ്ങളായിട്ട് തന്നെ ചെവിയുടെ അകത്ത് കയറി പാടെ കടന്ന് ഇയർ ഡ്രമ്മിന്റെ അകത്തുനിന്ന് വൈബ്രേഷൻ കടന്ന് ആ ഡെസിബിൾ തലച്ചോറ് വരെ എത്തും. അങ്ങനെ ഞരമ്പിന് പ്രശ്നം വരാം. രണ്ടാമത്തെ ഹൈ ഡെസിബിൾ സൗണ്ട് വൈബ്രേഷൻസ് ആയിട്ടും കിടക്കും. ഒരുപാട് വൈബ്രേഷൻ. ഇപ്പൊ നമ്മൾ തന്നെ ഒരു വലിയ സ്പീക്കറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ വിറയ്ക്കുന്ന കണ്ടില്ലേ, ആ വിറയൽ മാതിരിയുള്ള വൈബ്രേഷൻ തന്നെ കടന്ന് അതും നമ്മുടെ ഞരമ്പിനെ ബാധിക്കാം ലോങ് റണ്ണിൽ. എന്ന് വെച്ചാൽ എന്തൊക്കെ ചികിത്സകളായിരിക്കും ഇപ്പൊ ജന്മനാല് കേൾവിക്കുറവുള്ള ഒരു കുട്ടിക്ക് എന്ത് ചികിത്സയായിരിക്കും കൊടുക്കുന്നത്? അതുപോലെ തന്നെ വേറെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ഇൻഫെക്ഷൻ കൊണ്ട് വന്ന കേൾവിക്കുറവ്, ഇതിനെല്ലാം ഏത് തരത്തിലുള്ള ചികിത്സയായിരിക്കും ഇത്? ഇതിന് ഏറ്റവും എളുപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഫെക്ഷൻ എന്നുള്ളതിനെ എടുത്താൽ അത് നമുക്ക് ചികിത്സിച്ചങ്ങ് മാറ്റിവെക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഇത് പറയാൻ എളുപ്പമുണ്ട്. ഇൻഫെക്ഷൻസിന് എന്തായാലും നിങ്ങൾ ഡോക്ടറെ തന്നെ കാണും. കണ്ടിട്ട് ഡോക്ടർക്ക് മനസ്സിലാവും ഇത് ഇൻഫെക്ഷൻ ആണ്, എന്ത് തരം ഇൻഫെക്ഷൻ ആണ്, ഇതിനെങ്ങനെ ചികിത്സിക്കാം എന്നുള്ളത്. അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ്, അതിന്റെ കൂടെയുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടർ തരും. അപ്പൊ അതങ്ങ് മാറിപ്പോവും. പിന്നെ ഇത് വന്നാൽ അപ്പം തന്നെ ചികിത്സിക്കും, മാറ്റും. തുടർച്ചയായിട്ട് വന്നാൽ, ഉദാഹരണത്തിന് കുറച്ച് മുന്നേ പറഞ്ഞ മാതിരി ഈ ഒരു ഓട്ട പാടയിലുള്ള ദ്വാരം പെർമനന്റ് ആയാൽ അതെങ്ങനെ അടയ്ക്കും എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു തരും. അതിനെന്ത് കെയർ കൊടുക്കണം, പിന്നീട് വെള്ളം കയറാതെ സൂക്ഷിക്കുക, മൂക്ക് ചീറ്റാതെ സൂക്ഷിക്കുക. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാതിന്റെ മിക്ക അസുഖങ്ങളും ജലദോഷത്തിന്റെ സമയത്ത് മൂക്ക് ചീറ്റുമ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതുമാതിരത്തിലുള്ള പ്രിവെന്റീവ് മെഷേഴ്സും ബാക്കിയുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും നോക്കി ഒരു പരിധിവരെ അസുഖങ്ങൾ മാറ്റി നിർത്താം. 2 തരത്തിൽ നമ്മൾ ഹിയറിംഗ് ലോസിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്. കണ്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ വായുവിൽ കൂടെ തരംഗങ്ങളായിട്ട് ഇയർ ഡ്രം കടന്നു പോകുന്ന ശബ്ദം നിന്നുപോയാൽ അല്ലെങ്കിൽ തടസ്സപ്പെട്ടാൽ എങ്ങനെ ചികിത്സിക്കും, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഉദാഹരണത്തിന് ഇപ്പൊ ഇൻഫെക്ഷൻ വന്ന് നീര് വെച്ചാൽ ശബ്ദം അകത്തേക്ക് കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. രണ്ടാമത്തത് ദ്വാരം ഉണ്ടെങ്കിൽ കടക്കാൻ ബുദ്ധിമുട്ട് വരും, അടച്ച് കളയുക. അതിൽ തന്നെ വേറെയും ഒരുപാട് ഹിയറിംഗ് ലോസിന് കാരണമുണ്ട്. ഈ നമ്മുടെ ചെവിയുടെ അകത്ത് പാട കഴിഞ്ഞാൽ, ഇയർ ഡ്രം കഴിഞ്ഞാൽ ചെറിയ 3 എല്ലുകളുണ്ട്. ഈ 3 എല്ലിൽ ഒരെണ്ണം പിടിച്ചുപോയെന്ന് വെച്ചോളൂ, 3 അനങ്ങുന്നുണ്ട്, ഇങ്ങനെ അനങ്ങുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴെങ്കിലും പിടിച്ചുപോയെന്ന് വെച്ചോളൂ, ഈ തരംഗങ്ങളായിട്ട് അകത്തേക്ക് പോവില്ല. അപ്പൊ അതെന്താന്ന് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർക്ക് പ്രത്യേകം പരിശീലനം ഉള്ള കാരണം അവർ കണ്ടുപിടിച്ചു തരും. മാത്രമല്ല ഇത് വെടിയിക്കാനും ഇതെങ്ങനെ മൂവ് ചെയ്യിക്കണം എന്നുള്ള ഇതും ശസ്ത്രക്രിയയിൽ കൂടെ പരിഹരിക്കാവുന്ന വിധവും ഡോക്ടർ പറഞ്ഞു തരും. അപ്പൊ ആ ഒരു ഇതിലും നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാം. പ്രിവെന്റ് ചെയ്യുന്നതല്ല, ചികിത്സിക്കാം. പിന്നെ ഉള്ളത് മൂന്നാമത്തെ തരം എന്ന് വെച്ചാൽ ഈ ഒന്ന് ജന്മന ഉള്ളത്, രണ്ടാമത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് നമ്മളിപ്പോ സംസാരിച്ചു, ശബ്ദം തരംഗങ്ങളായിട്ട് കടക്കുന്നത്, അത് 2. ഇനി മൂന്നാമത്തേത് ഞരമ്പിനെ സംബന്ധിച്ചത്. ഞരമ്പിനെ സംബന്ധിച്ച കേൾവിക്കുറവാണ് ചികിത്സിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട്. രോഗികൾക്ക് ഏറ്റവും മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു തരം കേൾവിക്കുറവും ഇത് തന്നെയാണ്. ഇപ്പൊ ഞരമ്പിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കേൾവിക്കുറവിൽ പേഷ്യന്റിന് കേൾക്കാതിരിക്കുന്നതല്ല ഏറ്റവും പ്രശ്നം. ചെറിയൊരു ഞരമ്പിന് കേൾവി കുറവ് വന്നാൽ, ഞരമ്പ് കാരണമുള്ള കേൾവിക്കുറവ് വന്നാൽ പേഷ്യന്റ് കേൾക്കും, രോഗികൾ കേൾക്കും, പറയുന്നതൊക്കെ കേൾക്കും, പക്ഷെ തിരിയില്ല. എന്താ പറഞ്ഞതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അവര് വന്ന് സാധാരണ പറയാറുണ്ട്, ഡോക്ടറെ എനിക്കെല്ലാം കേൾക്കാം. ആദ്യം പറയും കേൾക്കുന്നില്ല, എനിക്ക് കേൾക്കുന്നില്ല എന്ന് പറയും. അപ്പോ നമ്മൾ കേൾക്കുന്നില്ലേ, എങ്ങനെ, എത്രത്തോളം കേൾക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എനിക്കെല്ലാം കേൾക്കാം ഡോക്ടറെ, പക്ഷെ തിരിയുന്നില്ല എന്ന് പറയും. എന്താണ് തിരിയുന്നില്ല എന്ന് പറഞ്ഞത്? സ്പീച്ച് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. ഈക്വലി സൗണ്ടിങ് വേർഡ്സ്, ഉദാഹരണത്തിന് ഒരേപോലെ ഇരിക്കുന്ന തത്ത, പത്ത എന്നൊക്കെ പറയുമ്പോ തായും പായും തമ്മിലുള്ള ആ ഒരു ചെറിയ സട്ടിൽ ഡിഫറൻസ് നമ്മുടെ ചെവിയിൽ പിടിച്ചെടുത്ത് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നില്ല ഞരമ്പിന്. സാധാരണ ഈ അരിച്ചു മാറ്റുന്ന മാതിരിയാണ് ശബ്ദങ്ങൾ പിടിച്ചെടുക്കുക. ചെറിയ 2 പാ ത എന്നൊക്കെ പറഞ്ഞ ചെറിയ ഡിഫറൻസ് ഉള്ളത് നമ്മുടെ ഞരമ്പ് അരിച്ചെടുത്താണ് തലച്ചോറിലേക്ക് വിടുന്നത്. അപ്പൊ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും ഇന്നതാണെന്ന്. പക്ഷെ ഈ ഞരമ്പിന്റെ വീക്ക്നെസ് വന്നാൽ തിരിച്ചറിയാൻ പറ്റില്ല. തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഒരു പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥം തന്നെ പോയി.
അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പറയേണ്ടതിനൊരു കോണ്ടെക്സ്റ്റ് ഇല്ലാണ്ട് പോകുമ്പോൾ നമ്മൾ എന്ന് ചോദിക്കും. ഒന്നും കേട്ടില്ലെങ്കിലും എന്ന് ചോദിക്കും, തിരിഞ്ഞില്ലെങ്കിലും എന്ന് ചോദിക്കും. തിരിയുന്നില്ല എന്ന് പറയും. അപ്പൊ അതാണ് ഞരമ്പിന്റെ വീക്ക്നെസിന്റെ ഒരു പ്രത്യേകത. കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നത് ഓഡിയോമെട്രി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ചെവിയുടെ അകത്ത് നമ്മൾ എല്ലിൽ കൂടെ കിടക്കുന്നത് എന്ന് വെച്ചാൽ ഞരമ്പിന്റെ ശക്തി നിശ്ചയിക്കാനുള്ള ഒരു ടെസ്റ്റും ഇതിനകത്തുകൂടെ കാതിനകത്തുകൂടെ കിടക്കുന്ന ഒരു ശബ്ദം കടത്തിവിട്ടുള്ള പരിശോധനയും. ഇതിൽ രണ്ടിൽ നിന്നും നമുക്ക് അറിയാൻ പറ്റും ഞരമ്പിന് എത്രത്തോളം വീക്ക്നെസ് ഉണ്ട്. ഞരമ്പിന് വീക്ക്നെസ് ഒരു 50 ഡെസിബിൾ 60 ഡെസിബിലൊക്കെ കൂടുകയാണെങ്കിൽ പേഷ്യൻസിന് മിക്കവാറും രോഗികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അപ്പൊ ഇതിന് 2 ചികിത്സകളാണ് കൊടുക്കുക. ഒന്നിൽ നമ്മൾ ഓഗ്മെന്റ് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും. പിന്നെ രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണ കുറച്ച് ലിമിറ്റഡ് യൂസ് ആണ്. ഉദാഹരണത്തിന് ജന്മനാ ഉള്ള ഹിയറിംഗ് ലോസ്, 2 ചെവിക്കും കേൾവി ഒട്ടുമില്ലാത്ത കുട്ടികൾ, അങ്ങനെയുള്ളവരെ പിക്കപ്പ് ചെയ്ത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു ചികിത്സാ രീതി നിശ്ചയിക്കും. സാധാരണഗതിയിൽ പിന്നീട് വരുന്ന എന്ന് വെച്ചാൽ വയസ്സുകൊണ്ട് വരുന്ന കേൾവിക്കുറവിന് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ശസ്ത്രക്രിയ നമ്മൾ പറയാറില്ല. സാധാരണ ജന്മനാ ഉള്ള കേൾവിക്കുറവും പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനോ മറ്റോ വന്നത് സ്പീച്ച് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളെ സംസാരം പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പിന്നീട് വരുന്ന കേൾവിക്കുറവിൽ സാധാരണ അങ്ങനെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ എഫക്ട് കുറവാണെങ്കിലും മറ്റ് കാറ്റഗറിയിൽ വളരെയധികം ഉപയോഗമുണ്ട്. ഉദാഹരണത്തിന് സ്പീച്ച് ഡെവലപ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ ചെയ്യുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ. കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആന്തരിക കർണത്തിൽ ഒരു കക്ക മാതിരിയുള്ള ഒരു അവയവമുണ്ട്, കോക്ലിയ എന്ന് പറയും. കക്കയുടെ പുറംതൊണ്ട് മാതിരി ഇരിക്കും. അപ്പൊ അതിനകത്താണ് ഈ ഞരമ്പിന്റെ ഇതുള്ളത്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് വേണം ശബ്ദം ഇലക്ട്രിക് സിഗ്നലായിട്ട് തലച്ചോറിലേക്ക് പോകാൻ. അപ്പോ ഇതിന്റെ അകത്തെ കോശങ്ങളുടെ ന്യൂനത കാരണമാണ് ആ ഞരമ്പിന്റെ പ്രോബ്ലം വന്ന് കേൾവി കുറയുന്നത്. അപ്പൊ ഇതിന് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞൊരു ചെറിയ ഡിവൈസ് ഉണ്ട്, ഒരു വളയം മതിരിയിരിക്കും. അത് ശസ്ത്രക്രിയ ഇവിടെ കൂടെ കീറി അതിനകത്തുകൂടെ ഈ കോക്ലിയയിലേക്കുള്ള വഴി ചെറുതായിട്ട് ഓട്ടയാക്കിയിട്ട് അതിനകത്തുകൂടി ഇത് തിരിച്ച് അതിന്റെ അകത്ത് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്റെ മറ്റേ അറ്റം ഇവിടെ ഇംപ്ലാന്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതൊരു ട്രാൻസ്ഡ്യൂസർ ഫിക്സ് ചെയ്ത് അതിനകത്തുകൂടെയാണ് കറണ്ടായിട്ട് നമ്മൾ സംസാരിക്കുന്ന ശബ്ദം ഇതിൽ വന്ന് ട്രാൻസ്ഡ്യൂസ് ചെയ്ത് അത് ഇലക്ട്രിക് സിഗ്നൽസ് ആക്കിയിട്ട് കോക്ലിയയിലോട്ട് വിടുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഞരമ്പിന്റെ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാം. അത് ചെറുപ്പത്തിലേ ചെയ്യുന്നത്. ഈവൻ മുതിർന്നവർക്ക് വരെ ചെയ്യാറുണ്ട്. ഒട്ടും കേൾവി ഇല്ലാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ വയസ്സ് മൂലം വരുന്ന കേൾവിക്കുറവിന് ഇത് പരിഹാരമല്ല. വേറെ എന്തൊക്കെ ഹിയറിംഗ് എയ്ഡ്സ്, ഇപ്പൊ ചിലർ ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അതിന്റെ പ്രയോജനം എന്താണ്? ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പുറത്തുനിന്ന് വരുന്ന ശബ്ദത്തിനെ ആംപ്ലിഫൈ ചെയ്യാന്നുള്ള ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ചുമ്മാ കൂട്ടിവിടും. ശബ്ദം കൂട്ടിവിടുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഡിസ്ക്രിമിനേഷൻ ബെറ്റർ ആവും. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ല, തിരിയാന്നുള്ള ആ ഒരു ഇത്, അത് ബെറ്റർ ആവും. അപ്പൊ അതിനുവേണ്ടിയാണ് ഹിയറിംഗ് എയ്ഡ്സ് ഉള്ളത്. നമ്മൾ ആദ്യം രോഗികളുടെ അടുത്ത് പറയുക, പ്രത്യേകിച്ച് ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കണം, പക്ഷേ അമിതമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് പാടില്ല. നമ്മുടെ നോർമൽ ഹിയറിംഗ് മാതിരി ഒരിക്കലും വരില്ല, കമ്പയർ ചെയ്യാൻ പോകരുത്. പക്ഷേ തീർത്തും ഉപയോഗമില്ലാതെ വരില്ല ഹിയറിംഗ് എയ്ഡ്. ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമാകുന്നത്. പക്ഷെ ആദ്യം തന്നെ മനസ്സുകൊണ്ട് നമ്മൾ നിശ്ചയിക്കണം ഇത് യൂസ് ചെയ്യും. ഇനിഷ്യലായിട്ട് ആദ്യം തന്നെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇത് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകാം. എന്താ വെച്ചാൽ ബാക്കിയുള്ള ശബ്ദങ്ങൾ കയറി വരും, ഭയങ്കര ശല്യമായിട്ട് തോന്നും, എനിക്ക് സഹിക്കാൻ പറ്റില്ല ശബ്ദം, ഇങ്ങനൊക്കെ പലരും പറയാറുണ്ട്. മിക്കവരും 2 മാസം ഉപയോഗത്തിന് ശേഷം അതങ്ങ് ഊരി വെക്കും, പിന്നെ ഉപയോഗിക്കില്ല. ഈ പല്ല് ഉപയോഗിക്കുന്ന മാതിരിയാണ്. ഈ ഡെഞ്ചർ ഇട്ട് കൊടുത്താൽ ആദ്യം ഇടുമ്പോ എന്തോ ഒരു സാധനം വായിലിരിക്കുന്ന മാതിരി തോന്നും. പുതിയ ചെരുപ്പിട്ട കടിക്കും ഒരു ആഴ്ചത്തേക്ക്, നടക്കാൻ പറ്റില്ല. അത് ഊരി വെച്ച് പോയാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കില്ല. പക്ഷെ ഒരു 5-10 ദിവസം കൂടുതൽ ഇട്ട് നോക്കും, അറിയുകയില്ല. അതുപോലെ തന്നെ ഡെഞ്ചറും ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് എടുത്തു വെച്ചാൽ നമ്മൾ ഉപയോഗിക്കലുണ്ടാവില്ല. പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യും. അതേപോലെ ചെവിയുടെയും ഉപയോഗിച്ചാൽ ആദ്യമുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരാഴ്ച 1 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ള ചുറ്റുപാടുള്ള നോയ്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പഠിക്കും നമ്മുടെ മനസ്സുകൊണ്ട്. അതിനാണല്ലോ തലച്ചോറുള്ളത്. നമ്മളത് ശ്രദ്ധിക്കാതിരിക്കാൻ പഠിക്കും. നമുക്ക് വേണ്ട ശബ്ദങ്ങൾ മാത്രം നമ്മൾ സ്വീകരിച്ചു തുടങ്ങും. അങ്ങനെ എനിക്ക് ഒരുപാട് രോഗികളെ അറിയാം. 6 മാസം 7 മാസമൊക്കെ കഴിയുമ്പോൾ ചെവി ഇരിക്കുന്ന ആ കേൾവിയുടെ ഡിവൈസ് അവിടെ ഉള്ള കാര്യം പോലും മറന്ന രോഗികളെ അറിയാം. ഇട്ട് സുഖമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ജോലികൾക്കും പോകുന്ന ആളുകളെ അറിയാം. കേൾവിക്കുറവിന്റെ കാരണങ്ങളെ കുറിച്ച് ഡോക്ടർ വളരെ വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് പ്രിവെൻഷൻ ഇസ് ബെറ്റർ. അപ്പൊ പ്രിവെൻഷനെ ഡോക്ടർ വളരെ
വിശദമായിട്ട് തന്നെ പറയുകയുണ്ടായി. അപ്പൊ ഇത്രയും സമയം ഈ ജീവൻ ടിവിയുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു.